നമസ്കാരം. ഇന്ത്യ രാജ്യത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യ ദിനം ഇന്ന് രാജ്യമാകെ ആഘോഷിക്കുമ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ ഞാൻ നേരുകയാണ്. ജ്ഞാതരും അജ്ഞാതരുമായിട്ടുള്ള അനേകം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി എടുത്തിട്ടുള്ളത്. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമുക്ക് രൂപം കൊണ്ടിട്ടുള്ള ഭരണഘടന ലോകത്തിൻ്റെ തന്നെ മിഴി തുറക്കുന്ന ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും സമത്വവും നമുക്ക് മാറ്റിക്കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന മഹാനായ നേതാവിനെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. രാജ്യത്തിൻ്റെ സമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഐത്തം എന്ന് പറയുന്ന ആ ഒരു കാര്യം പരിപൂർണമായും തുടച്ചു നീക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. പക്ഷേ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഏത് വ്യക്തിയോടാണെങ്കിലും ജാതിയുടെ പേരിലുള്ള വിവേചനം ഒരു കാരണവശാലും ഈ രാജ്യത്തിന് പൊറുക്കാൻ കഴിയുന്നതല്ല. അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, അത്തരത്തിലുള്ള ചില നിലപാടുകൾ ഒരു കാരണവശാലും ഈ രാജ്യത്തെ ജനത അംഗീകരിക്കുകയുമില്ല. സമത്വമാണ് ഏറ്റവും പ്രധാനം. എല്ലാവരെയും ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ഭരണഘടന വൈവിധ്യത്തിൽ നമ്മുടെ ഈ വൈവിധ്യത്തെ പരിപൂർണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ്. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് ഉറപ്പാക്കുന്ന മൂല്യങ്ങൾ അത് മതേതരത്വം, ജനാധിപത്യം, സമത്വം, അതുപോലെ തന്നെ വ്യക്തികളുടെ സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യമൊക്കെ കെടാതെ നമുക്ക് വരുന്ന തലമുറയ്ക്ക് കൈമാറുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.